ഒരു വർഷത്തിനിടയിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കൊല്ലം സമ്മേളനം നടന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. LDFന് ഒരു മൂന്നാം ഊഴം ലക്ഷ്യം വെച്ചുള്ള സമ്മേളനമായിരുന്നു അത്. കഴിഞ്ഞ 2 സംസ്ഥാന സമ്മേളനങ്ങളിലെയും വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടി അതിൻ്റെ നയങ്ങൾ മാറ്റുന്നതായിട്ട് മനസ്സിലാകും. ഇടതുപക്ഷം പിന്തിരിപ്പൻ നയങ്ങൾ പിന്തുടരുന്നു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. ഈ ആക്ഷേപങ്ങൾക്ക് മറുപടിയാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളും. കട്ടൻ കാപ്പിയും പരിപ്പ് വടയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് പാർട്ടിയെ ഓർമ്മപ്പെടുത്തിയതും പരസ്യമായി പറഞ്ഞതും EP ജയരാജനാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല. ആ നിലപാടിനോട് പാർട്ടി പിന്നീട് ചേരുകയുണ്ടായി. മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിനെതിരെയും കുത്തക മൂലധന ശക്തികൾക്കെതിരെയും സന്ധിയില്ലാത്ത സമരം ചെയ്തു പോന്നിരുന്ന പാർട്ടി ഇപ്പോൾ മൂലധന സൗഹൃദ സമീപനം സ്വീകരിച്ചു വരികയാണ്. അത് പാർട്ടിയുടെ ഘടനയെയും സ്വഭാവത്തെയും മാറ്റുന്ന ഒരു നിലപാടാണ്. ജനത്തിനാവശ്യം വികസനമാണ്. വികസനത്തിന് ധനസമാഹരണം കൂടിയേ തീരൂ. അത് നൽകാൻ കഴിയുന്ന നിക്ഷേപക സംരംഭങ്ങളോട് കൈകോർക്കേണ്ടത് ആവശ്യമാണ്. ഈ തിരിച്ചറിവാണ് പാർട്ടിക്കുള്ളത്. ഇടത് പാർട്ടികളുടെ സ്വഭാവം മാറി അവർ വലതുപക്ഷ മനോഭാവമുള്ളവരായി തീർന്നു എന്നൊക്കെ ആക്ഷേപിക്കാമെങ്കിലും ജനത്തിനാവശ്യം വികസനമാണ് എന്നറിഞ്ഞ് ആ വഴിക്ക് തന്നെ നീങ്ങാനാണ് അവരുടെ തീരുമാനം. ഈ നയത്തെയും നിലപാടിനെയും UDFനോ BJPക്കോ എതിർക്കാനാവില്ല. കാരണം അവരും വികസനോന്മുഖമായ നയങ്ങളാണ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. വികസനം കൊണ്ടുവരുന്നതിനുള്ള കരുത്തും ഇച്ഛാശക്തിയും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ പൊതുവായ വിശ്വാസമുണ്ട്. പാർട്ടിക്കാരല്ലാത്തവരിലും ഈ വിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. 75 വയസ്സ് ഒരു പ്രായപരിധിയായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മുഖ്യമന്ത്രി പോലെയുള്ള ഒരു നേതാവിന് പ്രായപരിധിയിലെ ഇളവ് അനുവദിക്കുന്നതിനുള്ള വിട്ടുവീഴ്ചയ്ക്ക് പാർട്ടി സന്നദ്ധമാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് താനും. ഇടതുപക്ഷത്തിൻ്റെ ഈ നീക്കവും നയവും വിനയായി തീരാൻ സാധ്യതയുള്ളത് UDFനാണ്. തുടർഭരണം കേട്ടുകേൾവി പോലും അല്ലാതിരുന്ന കേരളത്തിൽ 2ാം ഊഴമുണ്ടായതുപോലെ 3ാം ഊഴവും സംഭവിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ ചോദിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ UDFൽ അടിമുടി മാറ്റമുണ്ടാകണമെന്ന് പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നു. നേതാക്കന്മാർക്കിടയിലെ തമ്മിലടി അവസാനിച്ചാൽ മാത്രം പോരാ. അവരൊരു മേശയ്ക്ക് ചുറ്റുമിരുന്നത് കൊണ്ടോ ഐക്യത്തിൻ്റെ കൈകോർത്തതുകൊണ്ടോ ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ജയിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ആര് എന്ന് നിശ്ചയിക്കുന്ന തെറ്റായ ചിന്തകൾ ജനം വകവെച്ചു കൊടുക്കുന്നില്ല. ജയിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല. സാധാരണ ജനങ്ങൾ പറയുന്നത് ആദ്യമേ ജയിക്കാൻ നോക്കുക, ജയിച്ചാലല്ലേ മുഖ്യമന്ത്രി ഉണ്ടാവുക. നേതാക്കന്മാർ ഒന്നിച്ചുവെന്ന് തന്നെ കരുതുക. അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ അത് മാത്രം പോരാ. സംഘടനയെ അടിമുടി അഴിച്ചു പണിയുകയും ബലപ്പെടുത്തുകയും വേണം. കാലം മാറിയെന്ന് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ തിരിച്ചറിയണം. കൊടി നോക്കിയും ചിഹ്നം നോക്കിയും വോട്ട് ചെയ്തിരുന്ന
കാലം മാറുകയാണ്. പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുക. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടന മാറി എന്നുള്ള കാര്യവും വിസ്മരിക്കാവുന്നതല്ല. UDF, LDF എന്നുള്ള രണ്ട് മുന്നണികൾ മാത്രമല്ല ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന BJP എന്ന മൂന്നാം കക്ഷിയും കേരള തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അവരുടെ വർദ്ധിച്ച വോട്ട് ശതമാനം ആർക്കാണ് എതിരായിട്ട് തീരുക? UDFനാണോ LDFനാണോ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതിസന്ധി UDFൻ്റെ ഘടകകക്ഷിയായിരുന്ന ഒരു കേരള കോൺഗ്രസ് ഇപ്പോൾ LDFൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നുവെന്നുള്ളതാണ്. അവർ LDFൻ്റെ ഭാഗമായി വോട്ട് പിടിക്കുമ്പോൾ കോൺഗ്രസ്സിന് തനിച്ച് കൂടുതൽ MLAമാരെ ജയിപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു. മുസ്ലിം ലീഗിൻ്റെയും കൂടെയുള്ള കേരള കോൺഗ്രസിൻ്റെയും അംഗബലം കൊണ്ട് മാത്രം അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കോൺഗ്രസിനാവുകയില്ല. പരമ്പരാഗത സീറ്റുകൾക്ക് പുറമെ 10 സീറ്റുകൾ അധികമായി കണ്ടെത്തിയാലാണ് മൂന്നാം ഊഴം ഒഴിവാക്കാനും അധികാരത്തിലേക്ക് തിരിച്ചെത്താനും UDFന് കഴിയുക. 3 തവണ അധികാരത്തിന് പുറത്തു നിന്നാൽ ഏത് പാർട്ടിയും ക്ഷയിക്കും, അണിബലം കുറയും. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ചോർന്നു പോകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാൻ പോകുന്നത് BJP ആയിരിക്കുമെന്നുള്ളതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ അഭിപ്രായ അന്തരമില്ല. ആര് ഭരിക്കുമെന്ന് അവർ നിശ്ചയിക്കുമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. കേന്ദ്രത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് 3 തവണ മാറ്റി നിർത്താൻ BJPക്ക് സാധിച്ചു. ദേശീയ തലത്തിൽ BJPയുടെ ശത്രു കോൺഗ്രസ്സാണ്. കേരളത്തിൽ മാത്രമാണ് CPMന് ശക്തിയുള്ളത്. രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും അടവു നയങ്ങളും പയറ്റുന്ന രീതിയുള്ളതുകൊണ്ട് കോൺഗ്രസിന് പകരം LDF മൂന്നാം ഊഴത്തിലേക്ക് കടന്നാലും തരക്കേടില്ല എന്ന് BJP തീരുമാനിച്ചാൽ അത് UDFന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വിരുദ്ധ വികാരം മാത്രമായിരിക്കുകയില്ല വോട്ടിൻ്റെ മാനദണ്ഡമെന്നാണ് വിചാരിക്കേണ്ടത്.